ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സ്റ്റിറിൽ. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് കുറേ വർഷങ്ങളായിട്ടാണ്. ഇതുവരെ തുടങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ തടസ്സങ്ങളും അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്ന് എനിക്കത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്ര നാളായിട്ട് വിചാരിച്ചിരിക്കല്ലേ, അപ്പോൾ എന്തായാലും തുടങ്ങി കളയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. എന്നാലും അപ്ലോഡൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല കേട്ടോ. കുറച്ച് റീൽസും ഷോർട്സൊക്കെ ഞാൻ ഇടാറുണ്ടെങ്കിലും വീഡിയോ ഇതുവരെ പോസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. ഇന്നലെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻട്രോ എടുക്കണതാണ് ഇന്ന്. അപ്പോൾ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് വിചാരിക്കുന്നത് വീഡിയോ കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് അതുപോലെ എനിക്കൊരു മോളാണുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. ഓരോ വർഷവും എന്തൊരു പെട്ടെന്ന് കഴിഞ്ഞു പോണേ അല്ലേ, ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന പോലെ. കാരണം 8 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നണേ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേട്ടാ. എല്ലാം വേഗം വേഗം പോകുന്ന പോലെയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ചെറിയൊരു സന്തോഷം പങ്കുവെക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നത്. കാരണം നമ്മൾ റൂം മാറിയിട്ട് ഫസ്റ്റത്തെ ഒരു എന്താ പറയുക, ഒരു സന്തോഷമാണ്, ഒരു ഫങ്ഷനാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ഉണ്ടായാലും ബർത്ത്ഡേ ഉണ്ടായാലും സുഡു വന്നതിന് ശേഷം ആരുടെ ബർത്ത്ഡേക്ക് ആണെങ്കിലും ആരുടെ വെഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ സുഡുവാണ് അവിടെ കേക്ക് കട്ട് ചെയ്യാനുണ്ടാവുക കേട്ടോ. അത് ഇത് വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇത് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് സുഡു അവിടെ നിന്നൊക്കെ എടുത്ത് ഓരോന്ന് കഴിക്കുന്നുണ്ട്, കേക്കും അതേപോലെ അതിലുള്ള ബോൾസും അങ്ങനെയൊക്കെ കേട്ടോ. നമ്മുടെ ചേട്ടൻ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തരുന്നുണ്ടായിരുന്നു. എൻ്റെ തല അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരി, നീ എന്താ മാഗ്നറ്റ് പോലെ അവൻ്റെ അടുത്തേക്ക് പോണേന്ന് ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു ചേട്ടൻ. അച്ചായൻ്റെ അടുത്തേക്ക് എൻ്റെ തല നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഫോട്ടോസിലൊക്കെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. പിന്നെ വീണ്ടും നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ വീണ്ടും രണ്ടാമത് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കേക്കൊക്കെ അവർക്ക് മുറിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ പ്ലേറ്റിലൊക്കെ ആക്കി അങ്ങനെ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ പേരൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ് മാത്രമാണ് വിചാരിച്ചുള്ളത്. അതുപോലെ ഞാൻ പായസം വെച്ചായിരുന്നു, പായസത്തിൽ കാണിക്കുന്നില്ല, പായസം വെച്ചായിരുന്നു കേട്ടോ. അതേപോലെ ഇന്ന് തന്നെയാണ് നമ്മുടെ പുതിയ റൂമിൻ്റെ ബെഞ്ച് വെപ്പ് കേട്ടോ. അപ്പോൾ അച്ഛൻ വന്നായിരുന്നു. അപ്പോൾ സുഡുവിന് കൊണ്ടു കൊടുക്കുന്നതുകൊണ്ട് സുഡു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊടുത്തപ്പോൾ കളയാനായിട്ട് നിൽക്കണ സമയത്ത് ഞാൻ വേറി പിടിച്ചേ, അല്ലെങ്കിൽ ഇതൊക്കെ താഴെ പോയേനെ. അങ്ങനെ എല്ലാവരും കേക്ക് കഴിച്ചു. അതേപോലെ പായസം കുടിച്ചിട്ട് പായസം മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ എടുത്തിരുന്നില്ല. അത് കഴിഞ്ഞ് അച്ഛൻ വന്ന് വീടൊക്കെ വെഞ്ചിരിച്ചായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ. കാരണം നമ്മൾ അങ്ങനെ വിചാരിച്ചായിരുന്നില്ല കേക്കൊക്കെ കട്ട് ചെയ്യുമെന്ന് വിചാരിച്ചായിരുന്നില്ല. കേക്ക് നമ്മൾ ആ ഒരു മൊമെൻറ്റിലാണ് പോയി മേടിച്ചത് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ ഒരു സ്പെൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കേക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ആ സമയത്തൊരു 5 മിനിറ്റ്സിനുള്ളിൽ തീരുമാനിച്ച് കേക്ക് മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാവർക്കും സന്തോഷമായിട്ടാണ്. സുഡനാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായി കേക്ക് കട്ട് ചെയ്തല്ലോ. പിന്നെ വീട് വെഞ്ചിരിക്കാൻ വന്നിരുന്നു ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയൊരു സന്തോഷം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ.